ഹലോ. അപ്പോൾ നമുക്കിന്ന് പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു 3D എഫക്ട്സ് ഉള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയാലോ. ഉണ്ണികളുടെ സ്കൂളിൽ നാളെ ഫ്രൂട്ട്സ് ഡേ ആണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് മിസ്സേക്ക് മെസ്സേജ് അയച്ചിട്ട് ബുദ്ധിമതിയായി ഞാൻ മിസ് അയച്ചെന്ന വീഡിയോസ് നോക്കി. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഏറ്റവും വലുതെടുത്തു. നിങ്ങൾക്ക് കണ്ടുവന്നാൽ മനസ്സിലാവും. കോളിഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൂട്ട്സിൽ വിടും. അങ്ങനെ ഞാൻ ഇത് വീണ്ടും ഒരു പൈനാപ്പിളും വാട്ടർ ലെമണും ക്രിയേറ്റ് ചെയ്തെടുത്തു. നമ്മൾ തളർന്നു കൊടുക്കാൻ പാടില്ല, താഴ്ന്നു കൊടുക്കാൻ പാടില്ല. അങ്ങനെ എൻ്റെ അൽകുർത്ത് പണികൾ ഒരുവിധമായിട്ട് അവസാനിച്ച് ഉച്ചയ്ക്ക് 3 മണിയായി എൻ്റെ ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതെ, ഇതാണ് നമ്മുടെ പൈനാപ്പിൾ എഫക്റ്റ്. എന്നാൽ അത് ഉണ്ടാക്കണതിൻ്റെ പകുതിയിൽ വരെ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ ആണെന്നുള്ള കാര്യം. പിന്നെ എനിക്ക് 2 വേറെ എക്സ്ട്രാ ചെയ്യേണ്ട വന്നു. അവസാനമാണ് ഞാൻ വാട്ടർ ലെമണിലേക്ക് എത്തിയത്. പൈനാപ്പിൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ കോളിഫ്ലവർ തന്നെയായിരുന്നു. രണ്ടാമത് നമ്മുടെ വാട്ടർ ലെമണും, മൂന്നാമത്തെ സ്ഥാനം ഞാൻ പൈനാപ്പിളിനും കൊടുക്കണം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്? നമ്മുടെ 3D എഫക്ട്സ് ഉള്ളത് എങ്ങനെയുണ്ട്? കോളിഫ്ലവർ അല്ലേ ഇഷ്ടമായത്. അപ്പം ടാറ്റാ.